ചാപ്റ്റർ ഭാരവാഹികൾ പറഞ്ഞു. വർഷങ്ങളായുള്ള മാലിന്യ പ്രശ്നത്തിന് പരിഹാരം കാണാൻ MCV തയ്യാറാക്കിയ പരമ്പരയോട് പ്രതികരിക്കുകയായിരുന്നു JCI ഭാരവാഹികൾ. മേലാറ്റൂരിലെ മാലിന്യം കുന്നുകൂടിക്കിടക്കുകയാണ്. ഇത് പരിസരത്തും ആരോഗ്യ പ്രശ്നങ്ങളും വളരെയധികം നമുക്ക് ഇനി അടുത്ത കാലത്ത് വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ഇടയാകുന്നു. അതുകൊണ്ട് തന്നെ മേലാറ്റൂരിലെ JCI മേലാറ്റൂർ ചാപ്റ്ററിൻ്റെ ഈ വർഷത്തെ പുതിയ ഭരണസമിതി ഞങ്ങൾ ഏറ്റെടുത്ത ഉടനെ ഞങ്ങൾ ആദ്യം പരിപാടി ആസൂത്രണം ചെയ്തത് ഈ മാലിന്യ മുക്ത മേലാറ്റൂർ 2011 എന്ന പദ്ധതിയാണ്. ഈ പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ഗ്രാമപഞ്ചായത്തിൻ്റെ സഹകരണത്തോടു കൂടിയാണ് ഈ പദ്ധതി നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. മാലിന്യങ്ങളെ സംബന്ധിച്ചോളം പൊതുജനങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മുടെ വീടും പരിസരവും എങ്ങനെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കുന്നുണ്ടോ അതുപോലെ തന്നെയാണ് പൊതുസ്ഥലങ്ങളിലും നമ്മൾ മാലിന്യം നിക്ഷേപിക്കരുത് എന്ന ഒരു പൊതുധാരണ ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. അടിസ്ഥാനത്തിൽ ഞങ്ങളിപ്പോൾ മേലാറ്റൂർ JCI പക്ഷേ ഇതൊക്കെ ചെയ്താൽ തന്നെ ഈ മാലിന്യങ്ങൾ എന്താണ് ചെയ്യുക എന്നതാണ് ഇപ്പോൾ നമ്മൾ മുന്നിലിരിക്കുന്ന വലിയ ഒരു പ്രശ്നം. ഈ പ്രശ്നത്തിന് പരിഹാരം കാണാതെ നമുക്ക് ഒന്നും ചെയ്യാൻ തന്നെ ആവില്ല. അപ്പോൾ എന്തുകൊണ്ടും ഇതിൽ മുൻകൈ എടുക്കേണ്ടത് പഞ്ചായത്ത് അധികൃതർ തന്നെ. അപ്പോൾ അത് വെക്കുമ്പോൾ തന്നെ അതിന് വളരെയധികം സാമ്പത്തിക പ്രശ്നങ്ങളും വരുന്നുണ്ട്. അതുപോലെ സ്ഥലം അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമുക്ക് ഇത് പഞ്ചായത്തിന് പുറത്ത് നമ്മൾ കേരളത്തിൻ്റെ സർക്കാരിൻ്റെ അടുത്ത് തന്നെ നമ്മൾ ഒരു സഹായം അല്ലെങ്കിൽ സഹകരണങ്ങൾ ആവശ്യപ്പെടേണ്ട ഒരു സമയം ആയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾ മുൻവയ്ക്കുന്ന ആദ്യ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാലിന്യം കേരളത്തിലെ തന്നെ ഈ നമ്മുടെ ഉദാഹരണത്തിന് മേലാറ്റൂർ പഞ്ചായത്തിലും കീഴാറ്റൂർ എടപ്പറ്റ ഇങ്ങനെയുള്ള പരിസര പഞ്ചായത്തുകളിലെല്ലാം ഈ മാലിന്യം ഇല്ലാതെ ആക്കാൻ വേണ്ടി എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്ന ഒരു പദ്ധതിയിലെ സർക്കാർ സഹകരണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു മഹസറാണ് ഇപ്പോൾ നമ്മൾ എല്ലാ സ്ഥാനാർത്ഥികൾക്കും കൈമാറാൻ പോകുന്നത്. ഈ പ്രശ്നത്തിൽ നാം എല്ലാവരും പങ്കാളികളാണ്. ഈ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാലിന്യം ഇല്ലാതാക്കുകയും അല്ലെങ്കിൽ മാലിന്യം ഉണ്ടാക്കുകയും എന്ന ഈ പ്രശ്നത്തിലെ നാം എല്ലാവരും ഒരുപോലെ പങ്കാളികളാണ്. പൊതുജനമായാലും വ്യാപാരി വ്യവസായികൾ ആയാലും അധികാരികളായാലും എല്ലാവരും ഒരുപോലെ തന്നെ പങ്കാളികളാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും കൂടി നമ്മൾ ഒത്തൊരുമിച്ച് ഒരു വേദിയിൽ ചർച്ചകളും കാര്യങ്ങളും ചെയ്തിട്ട് അതിനുശേഷം നമുക്ക് എന്താണ് ഉരുത്തിരിഞ്ഞ ഒരു പദ്ധതി ഉണ്ടാക്കി അതിൻ്റെ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ആ ഒരു സംരംഭം നമ്മൾ ഉടൻ തന്നെ തുടങ്ങണം. ഈ 2011 വർഷം തീരുമ്പോഴത്തേക്കും നമുക്ക് ക്ലീൻ മേലാറ്റൂർ എന്ന ഈ JCI മുൻവച്ചിരിക്കുന്ന ഈ പദ്ധതി അല്ലെങ്കിൽ ഈ ഒരു ആശയം പൂർണ്ണമാകണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതിന് ഞങ്ങളെ കൊണ്ട് കഴിയുന്നത് JCI മേലാറ്റൂരിനെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അത് എല്ലാം തന്നെ ഞങ്ങൾ ചെയ്യും. അത് കൂടാതെ തന്നെ നമ്മുടെ സോൺ 21 JCIയിലെ ഇപ്പോൾ ഒരു പുതിയ പദ്ധതി ഈ ക്ലീൻ മേലാറ്റൂർ ഇത് എന്നതുപോലെ തന്നെ ഒരു പുതിയ പദ്ധതി അവർ രൂപീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രവർത്തനമായി അവരും നമുക്ക് സഹകരണത്തിന് വരുന്നതായിരിക്കും. അതുകൊണ്ട് എല്ലാവരും തന്നെ ഈ സംരംഭത്തിൽ പങ്കാളികളായി ഇതിനെ നമ്മൾ വളരെയധികം വിജയിപ്പിക്കണമെന്ന് ഞങ്ങൾ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. നമ്മൾ ഇപ്പോൾ ചെയ്യുന്ന കർമ്മം അത് നമ്മുടെ ഭാവി തലമുറയ്ക്ക് ചെയ്യുന്ന ഒരു നല്ലതാണ്. അല്ലെങ്കിൽ ഭാവി തലമുറയ്ക്ക് നമ്മൾ വയ്ക്കുന്ന ബാക്കി പത്രമായി വരുന്നത് രോഗം മറ്റ് പ്രശ്നങ്ങളുമുള്ള ഒരു സമൂഹത്തെയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഇതിലെ ജാഗ്രത പാലിക്കണം എന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. മേലാറ്റൂരിലെ മാലിന്യ പ്രശ്നം പരിഹരിക്കാൻ ജനകീയ കൂട്ടായ്മയും ബോധവൽക്കരണവുമാണ് വേണ്ടതെന്ന് JCI മേലാറ്റൂർ ചാപ്റ്റർ പ്രസിഡന്റ് മോർത്തോടി ഗണേശൻ പറഞ്ഞു. ഇത്തരത്തിലുള്ള കൂട്ടായ്മയ്ക്ക് പഞ്ചായത്ത് നേതൃത്വം നൽകുന്നുണ്ടെന്നും പഞ്ചായത്ത് മാലിന്യമുക്തമാക്കുന്നതിന് വേണ്ടി ഗ്രാമപഞ്ചായത്തിൽ വിശദമായ പ്രോജക്റ്റ് സമർപ്പിച്ചിട്ടുണ്ടെന്നും ഇത് പഠിച്ച് വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്ന് പ്രസിഡന്റ് ഉറപ്പു നൽകിയതായും JCI ഭാരവാഹികൾ പറഞ്ഞു. ഗ്രാമപഞ്ചായത്തിന്റെയും വ്യാപാരികളുടെയും പൊതുജനങ്ങളുടെയും സന്നദ്ധ സംഘടനകളുടെയും കൂട്ടായ്മയാണ് മാലിന്യ പ്രശ്ന പരിഹാരത്തിന് ആദ്യം വേണ്ടത്. കൂട്ടായ്മയിൽ നിന്ന് ഉരുത്തിരിയുന്ന അഭിപ്രായങ്ങൾ മാനിച്ച് മുന്നോട്ട് പോകണമെന്നും ഗ്രാമപഞ്ചായത്ത് മാലിന്യമുക്തമാക്കുന്നതിനുള്ള ആദ്യപടി ഒരുക്കങ്ങൾ തുടങ്ങിയതായും മാലിന്യമുക്ത പരിപാടിക്ക് പഞ്ചായത്തിന് വേണ്ട എല്ലാ സഹകരണവും JCI നൽകുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. JCI ചാപ്റ്റർ ഭാരവാഹികളായ M രാമദാസ്, സജി P തോമസ് എന്നിവരും പ്രതികരണത്തിൽ പങ്കെടുത്തു. മാലിന്യമുക്ത
പഞ്ചായത്ത് എന്ന് പറയുമ്പോൾ ഒരു സുപ്രഭാതത്തിൽ ഒരു പഞ്ചായത്തിനെ ഒറ്റയടിക്ക് മാലിന്യമുക്തമാക്കാൻ സാധിക്കുകയില്ല. ഒരുപാട് നാളത്തെ ബോധവൽക്കരണ പരിപാടികൾ കൊണ്ട് മാത്രമേ മാലിന്യ വർധനവിനെ ഒന്ന് ശമിപ്പിക്കുവാനോ അല്ലെങ്കിൽ തടയുവാനോ സാധിക്കുകയുള്ളൂ. ഏറ്റവും ആദ്യമായി ചെയ്യേണ്ടത് നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മൾ മാലിന്യം പുറത്ത് തള്ളുന്നത് പോലെ അത് പൊതുസ്ഥലങ്ങളിൽ വന്നു കടന്നാൽ അതും ഒരു വലിയ വിപത്താണ്. അവിടെയുള്ള ജനങ്ങൾക്കും ടൗണുമായി ബന്ധപ്പെട്ട് യാത്ര ചെയ്യുന്നവർക്കും എല്ലാവർക്കും അത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കി കൊടുക്കുക, അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ബോധവൽക്കരണം അതൊരു പ്രധാന ഘടകമാണ്. ഇപ്പോൾ മത്സ്യ മാർക്കറ്റുകളിൽ നിന്നും കോഴി വളർത്തൽ കേന്ദ്രങ്ങളിൽ നിന്നുമെല്ലാം ധാരാളം മാലിന്യങ്ങൾ റോഡ് സൈഡിലും ആളില്ലാത്ത സ്ഥലങ്ങളെല്ലാം കൊണ്ടിടുന്നുണ്ട്. അതിൽ നിന്നെല്ലാം പകർച്ചവ്യാധികളും മറ്റ് രോഗത്തിന് അടിസ്ഥാനമായ രോഗാണുക്കളും എല്ലാം തന്നെ വളരെയധികം രോഗം പരത്തുന്ന ഒരു വലിയ ഭീതിജനകമായ ഒരവസ്ഥയിലാണ് ഇന്ന് കേരളം മൊത്തത്തിൽ. ഇപ്പോൾ മേലാറ്റൂർ പോലുള്ള ചെറിയ പഞ്ചായത്തിൽ ഇപ്പോഴേ തന്നെ മാലിന്യം എന്നുള്ളൊരു വലിയ പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെ സംബന്ധിച്ച് പഞ്ചായത്ത് തലത്തിൽ അല്ലെങ്കിൽ സർക്കാരിൻ്റെ തലത്തിൽ മാലിന്യ സംസ്കരണ പ്ലാന്റുകൾ അതിനുവേണ്ട സ്ഥലം കണ്ടെത്തി സജ്ജമാക്കേണ്ടതുണ്ട്. അങ്ങനെയുള്ള മാലിന്യ സംസ്കരണ കേന്ദ്രങ്ങൾ ഉണ്ടാക്കിയാൽ അവിടേക്ക് മാലിന്യം കൊണ്ടുപോയി കളയുന്നതിനും അത് സംസ്കരിക്കുന്നതിനും സാധിക്കും. മറ്റുള്ളവർക്കൊന്നും ആ മേഖലയിൽ കാര്യമായ ഒരു സംഭാവന ചെയ്യാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ പഞ്ചായത്ത് നടത്താൻ ഉദ്ദേശിക്കുന്ന മാലിന്യമുക്ത പരിപാടികളിലേക്ക് JCI മേലാറ്റൂർ ഞങ്ങളുടെ വക എല്ലാവിധ സഹകരണങ്ങളും ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഈ ജനങ്ങളുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ടൗൺ സംബന്ധിച്ച് വരുമ്പോൾ വ്യാപാരികളും അവിടെ യാത്ര ചെയ്യുന്ന ജനങ്ങളും അവിടെ വന്നു പോകുന്ന മറ്റ് യാത്രക്കാരും എല്ലാവരും ഈ പദ്ധതിയിൽ അല്ലെങ്കിൽ ഈ മാലിന്യം ഒരുക്കുന്നതിൽ അവരുടേതായിട്ടുള്ള ചെറിയ ചെറിയ സംഭാവനകൾ ചെയ്യാറുണ്ട്. അപ്പോൾ അവിടെ വരുന്ന മേലാറ്റൂർ ടൗൺ അല്ലെങ്കിൽ ആ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് വരുന്ന എല്ലാ ജനങ്ങളും എല്ലാ വ്യാപാരികളും ഇവർക്കെല്ലാം ഒരു ബോധവൽക്കരണ പരിപാടികൾ മേലാറ്റൂർ വ്യാപാരി വ്യവസായിയുടെയും ജനങ്ങളുടെയും JCIയുടെയും സഹകരണത്തോടുകൂടി ആശയവിനിമയത്തിനുള്ള മാർഗങ്ങൾ ഉടനെ തന്നെ JCIയുടെ 1ാം ഘട്ട പരിപാടിയായി ആരംഭിക്കുവാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. പദ്ധതി എങ്ങനെ നടപ്പാക്കിയാൽ അത് പരമാവധി വിജയം കണ്ടെത്താം എന്നുള്ളതിനെക്കുറിച്ച് ഒരു വിശദമായ പ്രോജക്റ്റ് പഞ്ചായത്തിന് സമർപ്പിച്ചിട്ടുണ്ട്. പഞ്ചായത്ത് വരും നാളുകളിൽ അത് ചർച്ച ചെയ്ത് JCIയുമായി കൂടിയിരുന്ന് ആലോചിച്ചുകൊണ്ട് ഒരു പദ്ധതി ആവിഷ്കരിക്കാം എന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ഞങ്ങൾക്ക് വാക്കുന്നു. തുവൂർ അക്കരപ്പുറത്തെ തെക്കുംപുറം ആരോഗ്യ ഉപകേന്ദ്രത്തിൽ ജീവനക്കാർ എത്തുന്നില്ലെന്ന് പരാതി. ഉൾപ്രദേശമായ തെക്കുംപുറം നിവാസികളുടെ ഏക ചികിത്സാ കേന്ദ്രമാണ് ഈ ആരോഗ്യ ഉപകേന്ദ്രം. എന്നാൽ ജീവനക്കാർ